നമസ്കാരം കടികളെ, എന്തുണ്ട് വിശേഷം? സുഖല്ലേ? കാന്താരിസും ചാക്കോച്ചിയാണ്. നമ്മളൊരു പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ നാട്ടിൽ നല്ല ചൂടുകാലം എന്ന് പറഞ്ഞു. അപ്പോ ഈ മാങ്ങയുടെയും ചക്കയുടെ ഒക്കെ സീസൺ അല്ലേ. നല്ല കിട്ടില്ല മാമ്പഴമൊക്കെ കിട്ടി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഒരു മാമ്പഴ പുളിശ്ശേരിയുമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നാട്ടിലെ മാങ്ങയല്ല, ഇവിടത്തെ സൗദിയിലെ മാങ്ങയാണ്. അപ്പൊ അതെല്ലാവർക്കും ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഈ മാമ്പഴ പുളിശ്ശേരി നമ്മൾ നാട്ടിലേക്ക് ഒന്ന് പോകാൻ നിൽക്കണ്ട, ഇവിടെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എവിടെ ഇരുന്നാലും, ഇവിടെ നിന്നല്ല എവിടെയാണെങ്കിലും, ഏത് മലയാളിക്ക് എവിടെ ഇരുന്നാലും നല്ല കിടിലൻ മാമ്പഴ പുളിശ്ശേരിയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. പെട്ടെന്ന് പോയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി വരാം. വാ, നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില. നമുക്കൊരു ജാറ് വെച്ചിട്ട്, മിക്സിയിൽ ജാറ് വെച്ച് അതിലേക്ക് നമുക്ക് തേങ്ങയും ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ജീരകം, കായപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം കേട്ടോ. ഇത്ര എല്ലാ ഐറ്റംസും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ചട്ടി വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് പതുക്കെ ചെറിയ തീയിൽ നമുക്കിതിങ്ങനെ ഇളക്കി പതുക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ചെറിയ തീ മതിയേ. പിന്നെ നമുക്ക് നാട്ടുമാങ്ങയല്ല, നമുക്ക് സൗദി മാങ്ങയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഈ മാങ്ങ നല്ല നാട്ടിലെ മാങ്ങനെ നല്ല മണമൊക്കെ ഉണ്ടാവും. ഇതിനത്ര മണമൊന്നുമില്ല, പക്ഷെ അന്ന് നല്ല സൂപ്പർ സാധനമാണ്, നല്ല മധുരമുണ്ട്. പിന്നെ തൊലി കളഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടിയിൽ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാ മാങ്ങയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പതുക്കെ തൊലി കളഞ്ഞ് ഇത് വാഷ് ചെയ്ത് നല്ലതായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചെറുതായിട്ട് ചെറിയ തീയിലാണ് ഇളക്കണ്ടേ. നമ്മൾ ഇതിൽ ശർക്കര നീരൊന്നും ഒഴിക്കണില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അതിനുശേഷം നമുക്ക് തൈരാണ് ആവശ്യം. നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് കിട്ടുന്നത് കട്ടത്തൈരാണ്. അപ്പോൾ കട്ടത്തൈര് ഇത് നമുക്ക് കട്ടത്തൈര് എടുക്കാതെ നമുക്കൊരു ചെറിയ ചാറ് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് ഫുള്ളായിട്ട് തീ കുറയ്ക്കല്ല, തീ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ചെറിയ ചൂടിൽ നമുക്ക് ഈ സാധനം തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ തീ ഓഫ് ചെയ്തിട്ടിടണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഓക്കെ, ഇങ്ങനെ പതുക്കെ ഒന്ന് മുങ്ങിയൊക്കെ കിടണം. ഒന്ന് ഇളക്കി പതുക്കെ ഒന്ന് ഇത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് പതുക്കെ ഇളക്കണേ. ഈ മാങ്ങ ഇതാവാതെ, മാങ്ങ വന്നിട്ടുണ്ട്. പിന്നെ കായപ്പൊടി ഞാൻ ഇട്ടിട്ട്, കായം, നല്ല മണമുള്ള കായം, അതിങ്ങനെ ഇട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ചെറിയ ചൂടുണ്ടായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് 6 kg നെയ്യാണ് എടുത്തിരിക്കുന്നത്. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു പാത്രം വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടുന്ന സമയത്ത് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു സൈഡിൽ ഉലുവ ഇട്ട് കൊടുത്ത് കടുക് ഉലുവയും പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് വേപ്പിലയും വറ്റൽമുളകും ഇട്ട് നമുക്കൊന്ന് വഴറ്റിയിടുക. അതിനുശേഷം കുറച്ച് കാശ്മീരി പൊടി, മുളക് പൊടി ഇട്ട് കൊടുത്ത് താളിക്കാന്ന് പറയില്ല നമ്മൾ, അതിനെ പതുക്കെ ഇളക്കി കഴിഞ്ഞ ശേഷം നമ്മുടെ ഈ മാമ്പഴ പുളിശ്ശേരിക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. കണ്ടോ? അപ്പോൾ അതിന്റെ ഭംഗിയും അതിന്റെ രസമൊക്കെ കണ്ടോ? കാണാൻ ഭയങ്കര ഭംഗിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. ഭംഗി മാത്രമല്ല, ഭയങ്കര ടേസ്റ്റുമാണ്. നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല, പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ നമ്മുടെ പുറത്തുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പൊ എല്ലാവരും ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി നോക്കണം. വീട്ടിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എല്ലാവരുടെയും കയ്യടിക്ക് മേടിക്കുക കേട്ടോ. നല്ല കിടിലൻ മാമ്പഴ പുളിശ്ശേരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മൾ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരയ്ക്കും എല്ലാവരോടും ബൈ.